ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാരോട് ചോദിച്ചറിയാനായിട്ട് പറ്റും. അവർ ഒരിക്കലും സ്ട്രാറ്റജിയോ മാർക്കറ്റിനോ മാത്രമല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. അവർ അവരുടെ സൈക്കോളജിനെയും അവരുടെ മൈൻഡിനെയും കൂടെയാണ് എപ്പോഴും ഈ ഒരു ഫൈറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നല്ല, ഏത് രീതിയിലുള്ള ട്രേഡിങ്ങിലേക്ക് വന്നാലും സൈക്കോളജി എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നുണ്ട് ട്രേഡിങ്ങിലേക്ക് വരാൻ നേരം. നമ്മളെ സൈക്കോളജി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് നമ്മൾ അഫക്റ്റഡായി കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സൈക്കോളജി അഫക്റ്റഡ് ആവുന്നത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് അത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരാൻ നേരമാണ്. ഈ സൈക്കോളജി എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അതിനെങ്ങനെ നമുക്ക് മാസ്റ്റർ ചെയ്യാനും നല്ല രീതിയിൽ നമ്മളുടെ ട്രേഡിംഗ് ജേർണീനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരിക്കലും സൈക്കോളജീസ് നമ്മുടെ ട്രേഡുകളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുമോ? 4 പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു സിംഗിൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്നിച്ച് പറഞ്ഞു പോകാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ അടുത്ത വരാൻ പോകുന്ന ഇതിൻ്റെ അഡീഷണൽ പാർട്ടായിട്ടുള്ള 3 വീഡിയോസ് കൊണ്ട് കാണണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ പിക്ചർ കിട്ടത്തുള്ളൂ. നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു ഓപ്ഷൻസ് ട്രേഡറിൻ്റെ മനസ്സ് അത് എങ്ങനെയാണ് ട്രേഡിംഗ് സമയത്ത് പ്രവർത്തിക്കുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ട്രേഡ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സാഹചര്യങ്ങളിലും പോകുന്നതെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. സോ ഗൈസ്, വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളൊരു ഓപ്ഷൻസ് ട്രേഡർ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ മാർക്കറ്റ് മാത്രമല്ല ട്രേഡ് ചെയ്യുന്നത്, നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ബാക്കി കണ്ടീഷൻസിനെയും നമ്മൾ ഇന്നേ വരെ നമ്മളുടെ ജീവിതത്തിൽ പഠിച്ചു വന്നിട്ടുള്ള മണി മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് നമ്മുടെ ട്രേഡിംഗ് ഡെസ്കിലേക്ക് വെക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ലൈഫിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ട്രേഡ്സിൽ നിന്ന് നല്ല പ്രോഫിറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ട്രേഡിങ്ങിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒരു റിലേഷനും ഇല്ല. സപ്പോസ് നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ട്രേഡിംഗ് ഡെസ്കിലേക്ക് വരാൻ നേരം അത് നിങ്ങൾ ഒരിക്കലും അവിടെ എക്സിബിറ്റ് ചെയ്യാനായിട്ടേ പാടില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് വിചാരിക്കുക. റിസ്കർ ആയിട്ടുള്ള ഒരു പൊസിഷൻ സൈസ് എടുക്കുക, ഇല്ലെങ്കിൽ കുറേ കൂടെ റിസ്ക് ആയിട്ടുള്ള ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. യൂഷ്വലി മാർക്കറ്റിന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് അറിയേണ്ട കാര്യമില്ല. മാർക്കറ്റ് വിൽ ബിഹേവ് ആസ് മാർക്കറ്റ് വിൽ. നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ടെന്നോ, നിങ്ങളുടെ കടം വീട്ടാനായിട്ടാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കണമെന്നോ, നിങ്ങളുടെ അനാലിസിസും സ്റ്റഡീസും എല്ലാം ശരിയാണെന്നൊന്നും മാർക്കറ്റിന് അറിയത്തില്ല. നിങ്ങളൊരു ട്രേഡ് എടുത്തു, അതോടുകൂടെ തീർന്നു. ഒരു പൊസിഷൻ എടുത്തു, അതങ്ങോട്ട് പോയി. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെയാണ്. നിഫ്റ്റിക്ക് മേളിലോട്ട് പോകണമെന്ന് തോന്നിയാൽ നിഫ്റ്റി മേളിലോട്ട് പോകും, നിഫ്റ്റിക്ക് താഴത്തോട്ട് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിഫ്റ്റി താഴത്തോട്ടും വരും. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നമ്മൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രേഡിംഗ് എന്ന് പറയുന്ന വേറൊരു ലോകമാണെന്നും നമ്മളെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ട്രേഡിങ്ങുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നും നിങ്ങൾ ഇതോടുകൂടി മനസ്സിലാക്കണം. ഒരിക്കലും കോറിലേറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. അത് എന്നും നിങ്ങളെ ബാധിക്കത്തേ ഉള്ളൂ. എന്താണ് ഓപ്ഷൻസ് ട്രേഡിങ്ങിന് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്? ഞാൻ പേഴ്സണലി ഒരു ഓപ്ഷൻസ് ട്രേഡറാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് കൂടുതൽ ആൾക്കാരും അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സെബി എന്ത് റെഗുലേഷൻസോ കാര്യങ്ങളോ കൊണ്ടുവന്നാലും അതെല്ലാം ഈ ഓപ്ഷൻസ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. അവരെ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. വൈ? നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് മാത്രം വരുന്നത്? ഒരുപാട് ട്രേഡിംഗ് രീതികളില്ലേ. നമ്മൾ തന്നെ ഒരു വീഡിയോ സീരീസ് പോലെ ചെയ്തു പോകുന്നുണ്ട്. ഏകദേശം 200 രീതിയിൽ 200 കമ്പൈൻഡ് മെത്തേഡ്സിൽ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എക്സ്പെഷ്യലി എന്തുകൊണ്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ മാത്രം ഇത്രയും പേര് വന്ന് ട്രേഡ് ചെയ്യുന്നു? അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ മാർക്കറ്റ് റെഗുലേറ്റേഴ്സായ സെബി വന്ന് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മാറിപ്പോയിക്കോണം, വേറെ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് രീതിയൊക്കെ നിങ്ങൾ നോക്കിക്കോണം, ഓപ്ഷൻസ് മാത്രം ചെയ്യാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നു? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ മാർക്കറ്റിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് മാർജിൻസ് കൂട്ടുന്നു? ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ മാർജിൻസ് കണ്ടെത്തേണ്ടി വരുന്നു. മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ലിമിറ്റ് ഓർഡേഴ്സ് മാത്രമേ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
സെബി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ ഇല്ലായ്മ ചെയ്ത് കളയാനെന്ന് പറയത്തില്ല. റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നിന്ന് കുറേ അധികം അകറ്റി നിർത്തി അവിടെ കാശ് പോകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ചെയ്യുന്ന ഒരുപാട് റെഗുലേഷൻസ്. എന്തായിരിക്കും ഇതിൻ്റെ കാര്യം? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 100 രൂപ ഉള്ള ഒരു ഷെയർ നിങ്ങളൊരു 100 ക്വാണ്ടിറ്റി ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. എത്ര രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും? 100 രൂപ ഉള്ള ഷെയർ 100 ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യാൻ നേരം 10,000 രൂപ നിങ്ങൾ മാർജിനായിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? നിങ്ങളെ 10,000 രൂപയുടെ ബ്ലോക്ക്ഡാണ്. ഇതിന് പകരം നിങ്ങളൊരു ഓപ്ഷൻസ് ട്രേഡിലോട്ടാണ് കയറണമെങ്കിൽ ഒരു ഓപ്ഷൻസ് ഇതേ സ്റ്റോക്കിൻ്റെ 100 രൂപ ഉള്ള സ്റ്റോക്കിൻ്റെ 5 രൂപ വിലയുള്ള ഒരു ഓപ്ഷൻസ് കോൺട്രാക്റ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് കരുതുക. ലോട്ട് സൈസ് 100 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ഉണ്ടെങ്കിൽ ഇതേ പൊസിഷൻ ഇപ്പുറത്തെടുക്കാം. 100 രൂപയുള്ള ഷെയർ 110ലേക്ക് പോയി എന്ന് കരുതുക. നിങ്ങൾക്ക് 100 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10% റൈസായി. നേരെ മറിച്ച് നേരത്തെ 500 രൂപ മുടക്കി നിങ്ങൾ ഒരു ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, 10% നമ്മുടെ സ്റ്റോക്ക് മേലോട്ട് കയറുമ്പോൾ ഈ ഓപ്ഷൻസ് പ്രൈസ് എത്രയിലേക്ക് പോകാം? ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കാവോ? ഈ ഓപ്ഷൻസ് പ്രൈസ് മാത്രം 70-ലോട്ടോ 80-ലോട്ടോ 100-ലോട്ടോ ഒക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ എത്രയായി? നിങ്ങളൊരു അനാലിസിസ് വെച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റോക്ക് എടുക്കുന്നത്. 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 110-ലോട്ട് പോകുമെന്നും 110 എൻ്റെ ടാർജറ്റ് എന്നുള്ള ഒരു അനാലിസിസ് വെച്ചിട്ടാണല്ലോ സ്റ്റോക്ക് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതേ പ്രൈസിന് നമ്മൾ 10,000 രൂപ മുടക്കുന്നതിന് പകരം 500 രൂപ മുടക്കി അതിൻ്റെ ഒരു ഓപ്ഷൻസ് കോൺട്രാക്റ്റ് വാങ്ങിച്ചു. ഈ 10% ഈ സ്റ്റോക്ക് നമ്മുടെ അനാലിസിസ് പ്രകാരം മേലോട്ട് പോയാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഓപ്ഷൻസ് പ്രൈസ് വാല്യൂ കൂടുന്ന സാഹചര്യത്തിൽ അത് എത്ര രൂപയിലോട്ട് പോകാം? 70 രൂപ 80 രൂപയിലോട്ടൊക്കെ പോകുന്നിരിക്കുക. അത് നമ്മളെ സ്റ്റോക്ക് പോകുന്ന സ്പീഡ് അനുസരിച്ചിരിക്കും. 70 രൂപ 80-ലോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 5 രൂപയേ ഉള്ളൂ നമ്മൾ മുടക്കിയത്. 100 ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 6,000 രൂപ 7,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? നിങ്ങളുടെ എല്ലാ അനാലിസിസും ശരിയായി, നിങ്ങളുടെ ട്രേഡ് എല്ലാം നല്ല രീതിയിൽ പോകുന്നു, നിങ്ങളുടെ എവറിത്തിങ് ഗോസ് റൈറ്റ് ഫോർ യു. അത് ഈ ഒരു ലൂക്രേറ്റീവ്നെസ് ആണ് നമ്മളെ ഓപ്ഷൻസ് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും വലിയ ഘടകം. ചെറിയ ക്യാപിറ്റൽ, വലിയ റിട്ടേൺ. കുറച്ച് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള കാര്യം ഓപ്ഷൻസ് ട്രേഡിങ് മാത്രമായിരുന്നു. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും തോന്നിക്കാണും, ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്താൽ പോരെ, സ്റ്റോക്ക് ഡെലിവറി എടുത്ത് 10,000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് വെക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഹയർ റിട്ടേൺ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ കൂടെ ഹയർ റിസ്ക്കും കയറി വരുന്നില്ലേ. ഇത്രയ്ക്ക് ഈസി ഞാൻ പറഞ്ഞ അത്രയും ലാഘവത്തിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ മാർക്കറ്റിൽ വരുന്ന എല്ലാവരും ഈ റിട്ടേൺ ഉണ്ടാക്കണ്ടേ? ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. സെബിയുടെ എല്ലാ സ്റ്റഡീസും പറയുന്നത് 93% പേര് ലോസാണ് മേക്ക് ചെയ്യുന്നതെന്നും അതിൽ അടുത്ത 5% പേര് FD റിട്ടേൺ പോലും മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ആയിട്ട് ഉണ്ടാക്കുന്നില്ലെന്നും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം 98% പേരും മാർക്കറ്റിൽ നിന്നും ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറയുക. ആ റിട്ടേണിൻ്റെ സാഹചര്യത്തിലാണ് വളരെ ഈസി ആയിട്ട് 5 രൂപയുടെ ഓപ്ഷൻസ് 6,000 രൂപ 7,000 രൂപയിലോട്ട് പോകുന്നതൊക്കെ പറയുന്നത്. ഇത് പ്രാക്ടിക്കലി എന്തുമാത്രം പോസിബിളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. ഈ മൂവ്മെൻറ്റും ഈ ഒരു കാലയളവിലും നിങ്ങളുടെ സൈക്കോളജി എന്തുമാത്രം അഫക്റ്റഡ് ആവും, നിങ്ങളുടെ സൈക്കോളജി എങ്ങനെ നിങ്ങൾക്ക് ഇൻടാക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ 5 രൂപയുടെ ഓപ്ഷൻസ് 70 രൂപയിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആക്ച്വലി അതൊരു ഒറ്റ സ്ട്രെയിറ്റ് ലൈനിന് മേലോട്ട് പോവുകയാണ്. ഒരിക്കലല്ലേ, ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെ അവിടെ നടക്കും. റോളർ കോസ്റ്റർ നിങ്ങൾക്കറിയാലോ, ഒരു ഇറക്കം ഉണ്ടാകും, കയറ്റം ഉണ്ടാകും, വീണ്ടും മേലോട്ട് പോകും, വീണ്ടും താഴത്തോട്ട് വരും. ഈ ഒരു ഫ്ലക്ച്വേഷൻ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങളുടെ മനസ്സ് ഇത് കണ്ടു നിൽക്കുമോ? ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ 5 രൂപയുടെ ഒരു ഓപ്ഷൻ വാങ്ങിച്ചെന്ന് വിചാരിക്കുക, അത് 20 രൂപയിലോട്ട് എത്തി. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത്? ചിലപ്പോൾ ഇത് തിരിച്ച് 0-ലോട്ട് പോകാം, ചിലപ്പോൾ ഇത് 20-ൽ നിന്ന് 200-ലോട്ട് പോകാം. എന്ത് ചെയ്യും? ഈ ചിന്ത എപ്പോഴും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. മാക്സിമം ആൾക്കാർ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിറങ്ങും. പക്ഷേ 5 രൂപ എന്നുള്ള ഒരു പ്രീമിയം താഴത്തോട്ട് എത്ര പോയാലും ശരി മിക്കവാറും അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. കാര്യം 5 രൂപയിലേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ മേളിലോട്ട് 5 എന്നുള്ള 7 8 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. മാക്സിമം ആൾക്കാരും ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കും. ഇവിടെയാണ് നമ്മുടെ സൈക്കോളജി നമ്മുടെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ വളരെയധികം ഇൻടാക്റ്റ് ആയിട്ട് വെക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സൈക്കോളജി മാറാനായിട്ട് പോകുന്നത്? ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാശ് കൊണ്ടായിരിക്കും നമ്മൾ ആ ട്രേഡ് എടുത്തിരിക്കുന്നത്.
സാലറി കിട്ടിയ ഉടനെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തു, അവിടെ നിന്ന് ട്രേഡ് എടുത്തായിരിക്കും പല ആവശ്യങ്ങളും ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് കാണാൻ നേരം എനിക്ക് സാലറി ആയിട്ട് 20,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കും, ഞാൻ അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇട്ടു, 20,000 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു. അഡീഷണൽ ഒരു 5,000 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വിഡ്രോ ചെയ്ത് എടുക്കും. എന്തുകൊണ്ടാണ്? 20,000 രൂപ നഷ്ടപ്പെടാനായിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ സാലറി കൊണ്ട് 5,000 രൂപ അഡീഷണൽ ഉണ്ടാക്കി എന്നുള്ളൊരു ചിന്തയല്ലേ എനിക്ക് വരത്തുള്ളൂ. ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് നേച്ചർ. ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതാണോ ആക്ച്വലി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സൈക്കോളജി എന്ന് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാനായിട്ട് സാധിക്കും. ഒരിക്കലും ഇങ്ങനെയല്ല നമ്മൾ ആ ഒരു ട്രേഡിങ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും ഒരു ഓപ്ഷൻ ട്രേഡറിൻ്റെ മനസ്സിനെ പറ്റിയിട്ടല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ 3 രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും ഓപ്ഷൻ ട്രേഡർ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 സൈക്കോളജിക്കൽ ബയാസുകളുണ്ട് നിങ്ങൾക്ക്. ഈ 3 സൈക്കോളജിക്കൽ ബയാസിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. എന്തൊക്കെയായിരുന്നു ഈ 3 കാര്യങ്ങൾ? നമ്മളെപ്പോഴും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നോക്കി നിൽക്കാറില്ലേ? ഏതെങ്കിലും കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുള്ള സ്റ്റോക്ക്, ഏതെങ്കിലും ചാനലിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കുമെന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്, ഇല്ലെങ്കിൽ ആരെങ്കിലും ടിപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വഴിയോ വാട്സപ്പിലോ ഒക്കെ അയച്ചു തരുന്ന സ്റ്റോക്കുകൾ, അത് നമുക്ക് കിട്ടുന്നൊരു കൺഫർമേഷനാണ്. നമ്മൾ യൂഷ്വലി കൺഫർമേഷൻസ് എപ്പോഴും പിടിക്കാറുണ്ട്. എങ്ങാനും മുകളിലോട്ട് പോയാലോ, അവർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ. സോ ഒരു കൺഫർമേഷൻ ബയസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റഡ് ആവും. ഈ ഒരു കൺഫർമേഷൻ ബയാസിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ യൂഷ്വലി സ്റ്റോക്സും കാര്യങ്ങളും എടുക്കുന്നത്. സ്റ്റോക്കുകൾ നിങ്ങൾ ആങ്കർ ചെയ്ത് പിടിക്കാറില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു 5 രൂപയുള്ള സ്റ്റോക്ക്, 5 രൂപയുള്ള ഓപ്ഷൻസ് പ്രീമിയം, അത് 6 രൂപയിലോട്ട് എത്തിയാൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ 2 രൂപയിലോട്ട് 1 രൂപയിലോട്ട് പോയാലും ഒരിക്കലും നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. അത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ട്രേഡിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അതിനെ ആങ്കർ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്കും നമ്മളുടേതല്ല. എൻ്റെ ഇമോഷണൽ ബയാസ് മാർക്കറ്റിന് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മൾക്കൊരു കൺഫർമേഷൻ ബയാസ് കിട്ടി, നമ്മളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇന്ന ഓപ്ഷൻ വാങ്ങിച്ചോളൂ, 5 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ, അത് മേളിലോട്ട് 70 രൂപ വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു കൺഫർമേഷൻ എടുത്ത് വാങ്ങിച്ചു. ഇൻ കേസ് അത് താഴത്തോട്ട് പോയാലോ, നമ്മൾ ഈ കൺഫർമേഷന് മേളിൽ നിന്നുകൊണ്ട് ഈ ബയാസിൽ പിടിച്ചോണ്ടിരിക്കും, ആങ്കർ ചെയ്തുകൊണ്ടേ നിൽക്കും. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് പോയാലേ ഉള്ളൂ, ഞാൻ വാങ്ങിച്ചതല്ലേ ഉള്ളൂ, തിരിച്ച് കയറി വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ളൊരു ആങ്കറിങ് ബയാസ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഈ 2 ബയാസിനേലും കുറച്ചും കൂടെ അപകടകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്, ഓവർ കോൺഫിഡൻസ്. 2 or 3 നല്ല ട്രേഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓവർ കോൺഫിഡൻ്റായി മാറും. നമ്മളുടെ കോൺഫിഡൻസ് നമ്മുടെ ട്രേഡുകളിൽ ഒരിക്കലും റിഫ്ലക്റ്റഡ് ആവത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ റിയൽ തിങ്കിങ് കപ്പാസിറ്റീനെയാണ് ഇവിടെ ഓവർ കോൺഫിഡൻസ് അഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും ഈ ട്രേഡ് വിജയിക്കും എന്ന്. പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരിക്കലും നമ്മുടെ ട്രേഡിംഗ് ഡെസ്കിലേക്ക് കൊണ്ടുവരാനായിട്ടേ പാടില്ല. എന്തുകൊണ്ടാണ്? മാർക്കറ്റിന് ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ, ട്രേഡാണോ, എന്താണോ, നോ ഐഡിയ. എന്ത് സംഭവിക്കുമെന്ന് മാർക്കറ്റിന് മാത്രമേ അറിയത്തുള്ളൂ. സോ ഒരിക്കലും ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡുകൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ ഈ 3 ബയാസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടും, ആ കൺഫർമേഷൻ ബയാസ് എടുക്കരുത്. ലൂസിങ് ട്രേഡിൽ പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്ന ആങ്കറിങ് ബയാസ്, ഇത് നിങ്ങളുടെ ട്രേഡിംഗ് രീതിയിൽ ഉണ്ടാകാനേ പാടില്ല. 3ാമത്തെ കാര്യം ഓവർ കോൺഫിഡൻസ്. ട്രേഡിങ്ങിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റവും ഇല്ലെങ്കിൽ അത്രയും ട്രേഡിങ്ങിനെ നല്ല രീതിയിൽ അറിയാമെങ്കിലും മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്നാലും ഓവർ കോൺഫിഡൻ്റ് ആകാനേ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ട്രേഡ്സും കാര്യങ്ങളിലും എൻ്റെ പൊസിഷൻ സൈസിങ് ശരിക്കും കൂട്ടിയെന്ന് വിചാരിക്കും. എത്ര മാർക്കറ്റ് അനങ്ങത്തേ ഇല്ല എന്നുള്ള രീതിയിൽ പൊസിഷൻ സൈസിങ് കൂട്ടിയെന്ന് വിചാരിക്കും. ഒരു സിംഗിൾ സ്പൈക്ക് വന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ പൊസിഷൻ എല്ലാം കൂടെ ലോസിലോട്ട് പോകും, എൻ്റെ കയ്യിലിരിക്കുന്ന കാശും പോകും. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. സോ ഒരിക്കലും ഈ 3 ബയാസുകൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉണ്ടാകാനേ പാടില്ല. അടുത്ത വീഡിയോസിൽ എങ്ങനെയാണ് നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ റോളർ കോസ്റ്റർ റൈഡ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, 1-2 നല്ല സ്ട്രാറ്റജീസ്, എങ്ങനെ ട്രേഡ് ചെയ്താൽ എങ്ങനെ നമ്മുടെ സൈക്കോളജി മെയിൻറ്റെയിൻ ആയിട്ട് വെക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് നോക്കാം. മെൻ്റലി നമുക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ ഏത് കണ്ടീഷൻസിലും സ്ട്രോങ് ആയിട്ട് നിൽക്കാമെന്നും എങ്ങനെയാണ് നമുക്ക് ഈ സൈക്കോളജീനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പിടിക്കാൻ പോകുന്നതെന്നുള്ളൊരു കുറച്ചൊരു പ്രാക്ടിക്കൽ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതായിരിക്കും വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു യൂസ് ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ട് നിർത്തരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഒരുപാട് സമയവും ഒരുപാട് കാര്യങ്ങളും റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് ഓരോ വീഡിയോസും ചെയ്തു തരുന്നത്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.
സോ ഗൈസ്, അടുത്ത ഭാഗവുമായിട്ട് കാണുന്നവരേക്കും ബൈ.